എന്തിന്? അവര് വന്നോളൂ. ഇവിടെ വന്നിരുന്ന ഉള്ള നുണക്കഥ മുഴുവൻ കേൾക്കണം. അത് സാരമില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ അമ്മയല്ലേ. ആ മോള് പോയി വിളിച്ചിട്ടുണ്ട്. അവരുടെ ആ മുറിയിലെ കസേരയിൽ ഉറങ്ങുന്നുണ്ടാവും. അത്താഴം വിളമ്പുമ്പോ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. അതൊരു സമാധാന. എനിക്ക് എന്റെ പെറ്റതള്ള ഒരു സമാധാനക്കേട്. അവര് മരുമോളോടുള്ള അംഗം നിർത്തി. ഇപ്പൊ എന്റെ അടുത്താ അംഗം കുറിക്കാൻ. ഞാൻ ആരാടാ? പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചേ. എന്താടാ അരിങ്ങോടാ ഒന്നും മിണ്ടാത്തത്? ഞാൻ അരിങ്ങോടോ പറങ്ങോടൊന്നുമല്ല. ഞാൻ ജയന. മുഴുവൻ പേര് ജയചന്ദ്രൻ. എടാ, നിനക്ക് ആ പേരിട്ടത് നിന്റെ അച്ഛനാ. നിനക്ക് ഞാൻ ഇടാനിരുന്ന പേര് അതല്ല. അതെന്തോന്നാ? കിടന്നുമുള്ളി. 10 വയസ്സുവരെ ഈ വൃത്തികെട്ടവൻ കിടക്കപ്പായെ കിടന്ന് മൂത്രം ഒഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ തള്ള എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ജനിച്ചതാ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിന്നെ ഞാൻ നാണം കെടുത്തും. അല്ലെങ്കിൽ നീ എന്റെ ഡിമാൻഡ് അംഗീകരിക്കണം. നിങ്ങൾ തമ്മിൽ ഡിമാൻഡ് ഉണ്ടോ? എന്ത് ഡിമാൻഡാ? എനിക്ക് എന്റെ ജീവനാംശം കിട്ടണം. ജീവനാംശം? അതൊന്ന് വല്ല കാച്ചിലും ചെയ്യാനാണോ? കാച്ചിലും ചെയ്യാൻ പോകുന്നല്ല. ഒരു മകൻ അമ്മയ്ക്ക് തരേണ്ട അവകാശം. മാസം 30,000 രൂപ നീ എനിക്ക് തരണം. തന്നില്ലെങ്കിൽ നിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. രാധമ്മയോടും എനിക്ക് പരാതിയുണ്ട്. പരാതിയോ? എന്ത് പരാതി? ഈയിടെ ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ ഒരു തരി പോലും എനിക്ക് തരുന്നില്ല. അതിന് ഞാനിവിടെ എന്തുണ്ടാക്കിയാലും ആദ്യം അമ്മയ്ക്ക് തരും. എന്നിട്ട് കുഞ്ഞിന് പോലും കൊടുക്കാറുള്ളൂ. അല്ല, എന്നിട്ട് ഇന്ന് ഇവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നില്ലല്ലോ. അച്ഛമ്മയ്ക്ക് തന്നല്ലോ. ഋതികാന്റി അല്ലേ അച്ഛമ്മയ്ക്ക് തന്നത്? നിങ്ങളിത് ഏത് സ്വീറ്റ്സിന്റെ കാര്യം പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഇവര് അമ്മ നേരത്തെ ഉണ്ടാക്കിയ സ്വീറ്റ്സിന്റെ കാര്യം പറയുന്നത്. അമ്മേ, എനിക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം മതി.